കെയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികൾക്കും പുതിയ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UK ഹോം ഓഫീസ് 2026 സ്കിൽഡ് വർക്കർ വിസ സംബന്ധിച്ച ശമ്പള മാനദണ്ഡങ്ങളിലും സ്പോൺസർഷിപ്പ് വ്യവസ്ഥകളിലും നടപ്പിലാക്കിയിരിക്കുന്ന നിലവിലെ നിയമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ പുതിയ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കാനോ വിസ പുതുക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ ILR ലക്ഷ്യമിടുന്ന വ്യക്തിയോ ആണെങ്കിൽ ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് പൊതുവായ കുറഞ്ഞ വാർഷിക ശമ്പള പരിധി നിലവിൽ 41,700 പൗണ്ട് ആണ്. എന്നാൽ ഇത് മാത്രം പാലിച്ചാൽ മതിയാകില്ല. നിങ്ങളുടെ ജോലിക്ക് ഹോം ഓഫീസ് നിശ്ചയിച്ചിരിക്കുന്ന ഗോയിങ് റേറ്റ് എന്ന ശമ്പള നിരക്കും പാലിക്കണം. അതായത് 41,700 പൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ വിഭാഗത്തിനുള്ള ഗോയിങ് റേറ്റ് ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് ബാധകമാകുന്നത്. ഉദാഹരണത്തിന് ചില IT ജോലികൾക്കും എഞ്ചിനീയറിംഗ് മേഖലകളിലെ ചില തസ്തികകൾക്കും ഗോയിങ് റേറ്റ് 41,700 പൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കാം. അതിനാൽ നിങ്ങളുടെ സ്പോൺസർ നൽകുന്ന ശമ്പളം നിങ്ങളുടെ SOC കോഡിനുള്ള നിലവിലെ ഗോയിങ് റേറ്റിന് താഴെയാണെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലി സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ SOC കോഡും അതിന്റെ ഗോയിങ് റേറ്റും നിർബന്ധമായും പരിശോധിക്കുക. എന്നാൽ എല്ലാ അപേക്ഷകരെയും ഒരേ ശമ്പള പരിധിയിൽ പാലിക്കണമെന്നില്ല. ചില വിഭാഗങ്ങൾക്ക് നിലവിലെ നിയമപ്രകാരം ശമ്പള ഇളവുകൾ ലഭ്യമാണ്. അതിലൊന്നാണ് ന്യൂ എൻട്രന്റ് വിഭാഗം. 26 വയസ്സിൽ താഴെയുള്ള ഗ്രാജുവേറ്റ് റൂട്ടിൽ നിന്ന് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നവർ, പ്രൊഫഷണൽ ട്രെയിനിംഗ് ഉള്ളവർ തുടങ്ങിയവർക്ക് ചില സാഹചര്യങ്ങളിൽ കുറഞ്ഞ ശമ്പള പരിധി 33,400 പൗണ്ടായി അനുവദിക്കാം. എന്നാൽ ഈ വിഭാഗത്തിലുള്ള അപേക്ഷകൾ ജോലിയുടെ ഗോയിങ് റേറ്റിന്റെ നിശ്ചിത ശതമാനം പാലിക്കേണ്ടതുണ്ട്. അതുപോലെ ജോലിയുമായി നേരിട്ട് ബന്ധപ്പെട്ട PhD യോഗ്യതയുള്ളവർക്കും ചില ശമ്പള ഇളവുകൾ ലഭ്യമാണ്. സാധാരണ PhD ഉള്ളവർക്ക് ചില സാഹചര്യങ്ങളിൽ 37,500 പൗണ്ട് മുതൽ, ബന്ധപ്പെട്ട STEM PhD ഉള്ളവർക്ക് ചില കോഴ്സുകളിൽ 33,400 പൗണ്ട് മുതൽ യോഗ്യത ലഭിച്ചേക്കാം. എന്നാൽ ഇവയും ഗോയിങ് റേറ്റ് സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേക നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ അല്ലെങ്കിൽ ദേശീയ ശമ്പള സ്കെയിലുകൾ ബാധകമായ ജോലികളിൽ പൊതുവെ 41,700 പൗണ്ട് പരിധിക്ക് പകരം അതാത് മേഖലയിലെ ഔദ്യോഗിക ശമ്പള സ്കെയിലുകളാണ് ബാധകമാകുന്നത്. അതിനാൽ NHS അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ ജീവനക്കാർ പൊതുവായ സ്കിൽഡ് വർക്കർ സാലറി ത്രഷോൾഡ് മാത്രം നോക്കി ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. ഇതോടൊപ്പം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില തൊഴിൽ മേഖലകൾക്കും നിലവിലെ നിയമപ്രകാരം ശമ്പള ഇളവുകൾ ലഭ്യമാണ്. എന്നാൽ ജോലി ISL ഉണ്ടെന്ന് മാത്രം മതിയാകില്ല. മറ്റു യോഗ്യതകളും ശമ്പള വ്യവസ്ഥകളും പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന കാര്യം 2024 ഏപ്രിൽ 4 മുമ്പ് ആദ്യമായി സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ സമാന വിഭാഗത്തിലെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ലഭിക്കുകയും തുടർന്ന് തുടർച്ചയായി സ്കിൽഡ് വർക്കർ വിസയിൽ തുടരുകയും ചെയ്യുന്ന ചിലർക്കായി ട്രാൻസാക്ഷണൽ സാലറി റൂളുകളും ഇപ്പോഴും ബാധകമാണ്. ഇത്തരക്കാർക്ക് ചില സാഹചര്യത്തിൽ കുറഞ്ഞ ശമ്പള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥകൾ എല്ലാ അപേക്ഷകർക്കും ബാധകമല്ല. അതിനാൽ നിങ്ങളുടെ വിസ ചരിത്രം പരിശോധിച്ച ശേഷമാണ് യോഗ്യത നിർണയിക്കപ്പെടുന്നത്. വിസ പുതുക്കാൻ തയ്യാറെടുക്കുന്നവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ശമ്പള മാനദണ്ഡങ്ങൾ മാത്രമല്ല, സ്പോൺസർ ലൈസൻസ് നിലനിൽക്കുന്നതും സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിലെ വിവരങ്ങൾ കൃത്യമായതും ജോലി യഥാർത്ഥത്തിൽ അനുവദിച്ചിരിക്കുന്ന തൊഴിൽ വിഭാഗത്തിൽ പെടുന്നതുമെല്ലാം ഹോം ഓഫീസ് പരിശോധിക്കും. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും ശരിയായി തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. ILR ലക്ഷ്യമിടുന്നവർ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ബാധകമായ ശമ്പള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും പ്രത്യേകം പരിശോധിക്കണം. കൂടാതെ പേ സ്ലിപ്പുകൾ, പേ 60 രേഖകൾ, തൊഴിൽ കരാറുകൾ, സ്പോൺസറിന്റെ രേഖകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിൽ സഹായകരമായിരിക്കും. അതുകൊണ്ട് UK ജോലി ചെയ്യുന്ന മലയാളികൾ ഇന്ന് തന്നെ ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്നാമത്തേത്, നിങ്ങളുടെ 4 അക്ക SOC കോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ആ SOC കോഡിന് നിലവിൽ ബാധകമായ ഗോയിങ് റേറ്റ് എത്രയാണെന്ന് പരിശോധിക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ശമ്പളം ഹോം ഓഫീസ് നിശ്ചയിച്ചിരിക്കുന്ന ശമ്പള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് തൊഴിലുടമയുമായി സ്ഥിരീകരിക്കുക. ചെറിയൊരു ശമ്പള വ്യത്യാസം പോലും ചില സാഹചര്യങ്ങളിൽ വിസ അപേക്ഷയെ ബാധിക്കാം. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുകയോ ആവശ്യമെങ്കിൽ യോഗ്യനായ ഇമിഗ്രേഷൻ ഉപദേഷ്ടാവിന്റെ സഹായം തേടുകയോ ചെയ്യുന്നത് നല്ലതാണ്. UK ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.